ഗുഡ് മോർണിംഗ് എവരി വൺ. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. $32 പോസിറ്റീവിലാണെന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. യെസ്, നല്ലൊരു അപ്പ് മൂവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. $26,000 മുകളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസവും നമ്മൾ ഓപ്പണിങ്ങിൽ ഫസ്റ്റ് കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ ട്രേഡ് എടുക്കാൻ സാധിച്ചു. പക്ഷേ ഇന്ന് അതുപോലെയുള്ളൊരു ദിവസമല്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓപ്പണിങ്ങിൽ തന്നെ ട്രേഡ് എടുക്കണമെന്നൊരു നിർബന്ധവുമില്ല. നമുക്ക് എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത് ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്തെടുക്കുക. ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി ഓപ്പണിങ്ങിൽ തന്നെ വരും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഓപ്പണിങ്ങിൽ എടുക്കാറുള്ളത്. ഇപ്പോൾ 9, 15, 16 ആ സമയത്ത് തന്നെ ട്രേഡ് എടുക്കുന്നത് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ഇൻസൈഡ് ബാർ വന്നിട്ടുണ്ട്, സെക്കൻഡ് ക്യാൻഡിൽ. അതുപോലെ തന്നെ ഒരു പ്രൈസ് റിജക്ഷനും കാണാം ഫസ്റ്റ് ക്യാൻഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ചാടിക്കയറി ഒരു എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം കുറച്ച് ക്ലാരിറ്റി കുറവാണ്. ഒരുപക്ഷെ ഡേ ഹൈയിലേക്ക് ഒരു റീടെസ്റ്റ് വന്നേക്കാം, ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് വന്നേക്കാം. എന്തായാലും ഇപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുള്ളതായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാം. $3,9,00,000 ടോട്ടൽ ക്യാപിറ്റൽ. ഈ ഒരു റിജക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ പുട്ട് ഓപ്ഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുകയല്ലാതെ വേറെ ഒരു വഴിയില്ല. ഓപ്പണിംഗ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഡേ ഹൈ ലെവലിലേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. സ്പോട്ടിൽ ഓപ്ഷൻ്റെ ഡേ ഹൈ ലെവൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. നിങ്ങൾ ഓപ്ഷൻ ചാർട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ അതിൽ നോക്കാം. കോൾ ഓപ്ഷൻ്റെ ഡേ ഹൈ ഓൾറെഡി റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു.
ഇപ്പോൾ കൂടുതലായിട്ടുള്ള ട്രേഡ്സ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കാം. വൺസ് ഏതെങ്കിലും രീതിയിൽ ഡയറക്ഷനിലേക്ക് ഒരു മൊമെൻറ്റം വന്നതിന് ശേഷം മാത്രം എൻട്രി എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഓപ്പണിങ്ങിൽ തന്നെ ഫസ്റ്റ് 5 മിനിറ്റ്സിൽ നമ്മൾ ഇന്നലെ 15 ലക്ഷം രൂപ ബുക്ക് ചെയ്തു പ്രോഫിറ്റ്സ്. പക്ഷേ ഇന്ന് അങ്ങനെ നമുക്ക് ഫസ്റ്റ് 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കൊരു ട്രേഡ് കിട്ടുന്നില്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ്സിന് പകരം 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ട്രേഡ് കിട്ടിയിട്ടില്ലെങ്കിലും വെയിറ്റ് ചെയ്യണം. ഇന്ന് മുഴുവൻ ട്രേഡ് കിട്ടിയില്ലെങ്കിലും ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പ്യുവർ ഗാമ്പിൾ ആയി മാറും. പിന്നെ അതിന് ശേഷം അതിനെ ആവറേജ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ആവറേജ് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള കൺവിക്ഷനും ഡയറക്ഷനും ആ ഒരു അനാലിസിസ് കൃത്യമായിട്ടുള്ള ട്രേഡ്സിന് മാത്രമേ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റിൽ പുറത്തോട്ട് വരാൻ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ ആ ട്രേഡ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു സൈഡ് വേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 26,000, ജസ്റ്റ് അബൌട്ട് 26,000. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം വരാനോ അല്ലെങ്കിൽ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്ത് മൊമെൻറ്റം വരിക അല്ലെങ്കിൽ പുൾ ബാക്ക് വന്നതിന് ശേഷം മാത്രമേ എൻട്രി ഓപ്പർച്യൂണിറ്റി കാണുന്നുള്ളൂ. എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കാം. ഓക്കെ, യെസ്, നമുക്കൊരു ഡൗൺഫോൾ കാണാം. അതുകൊണ്ടൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. യെസ്, നമുക്ക് $25,900. യെസ്, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. യെസ്, ഡേ ഹൈയിലേക്കൊരു ഷാർപ്പായിട്ടുള്ളൊരു അപ്പ് മൂവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ, നമുക്ക് പുട്ട് ഓപ്ഷൻ ആവറേജ് ചെയ്യാം. $5 lakhs, $6 lakhs ലോസിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 കോടി രൂപയിൽ താഴെയാണ് നമ്മൾ ലോഡ് ചെയ്തിട്ടുള്ളത്. 2 crore നമ്മുടെ കയ്യിൽ ഫ്രീ ക്യാപിറ്റൽ ഉണ്ട്, മാർജിൻ ഉണ്ട്.
നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഫ്യൂ മോർ എൻട്രീസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. $10 lakhs ലോസിലേക്ക് വന്നിട്ടുണ്ട്. ഒരു പുൾ ബാക്ക് വരുമോ നമുക്ക് നോക്കാം. കുറച്ച് റിസ്കി ട്രേഡ് ആയിട്ടുണ്ട് ഇത്. $10 lakhs loss, $8 lakhs. യെസ്, ഒരു പുൾ ബാക്ക് വരുന്നുണ്ട്. യെസ്, ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവൽ റീടെസ്റ്റ് ചെയ്തു. 50% ലോസ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 35% ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. 26,000 ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു ഡൗൺഫോൾ വരുള്ളൂ. 26,000 ലെവലിലേക്കൊരു പുൾ ബാക്ക് വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രോഫിറ്റ്സ് ഒരുപക്ഷെ ബുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്ക് ടു 10 lakhsലേക്ക് ലോസ് വന്നിട്ടുണ്ട്. $10 ലക്ഷം ലോസ്. ഇപ്പം നമ്മൾ 1,17 lakhs ആണ് ലോഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പോലും 10 ലക്ഷം ലോസിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് നല്ല മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാം. നമ്മൾ ഓൾറെഡി ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് കൂടുതൽ ലോഡ് ചെയ്തിട്ട് റിസ്ക് കുറച്ച് അധികമാവും എന്നല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി അറൗണ്ട് കോസ്റ്റ് ഒരു കപ്പിൾ ഓഫ് എൻട്രീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നുകൂടി ആഡ് ചെയ്യുന്നുണ്ട് വന്നതിന്. ഇവിടെ നിന്നും കൂടുതൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഓൾറെഡി കപ്പിൾ ഓഫ് എൻട്രീസ് ഉള്ളത് കൊണ്ട് അതിനെ തന്നെ നമുക്ക് പ്രോഫിറ്റിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കാം. 6.5 lakhs, 8 lakhs. യെസ്, നല്ല രീതിയിലുള്ള ബൈയിങ് പ്രഷർ കാണാം. എങ്കിലും 26,000 ലെവലിലേക്ക് ഒരു പുൾ ബാക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ 25,980 പ്രീവിയസ് ലോ റീടെസ്റ്റ് ചെയ്യുമോ എന്ന് നോക്കാം. ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസും ഹൈ ആണെങ്കിലും നമുക്ക് ഒരു പ്രോഫിറ്റിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ തയ്യാറായിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളത്. ജസ്റ്റ് 4 lakhs ലോസിലേക്ക് വന്നിട്ടുണ്ട്. വെയിറ്റ് കപ്പിൾ ഓഫ് മിനിറ്റ്സ് കൂടി നമുക്ക് നോക്കാം. 26,000 ലെവലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 5 ലക്ഷം രൂപയിലാണ് ലോസ് റൺ ചെയ്യുന്നത്. 4 lakhs, 5 lakhs റേഞ്ചിലാണ്. ലെറ്റ്സ് വെയിറ്റ്. നമ്മൾ ഓപ്പണിങ്ങിലൊരു സൈഡ് വേസ് ആണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡ് ചെയ്തില്ല. അപ്പം അതിന് ശേഷം ഒരു ഡൗൺഫോൾ വന്നപ്പോൾ എൻട്രി
എടുത്തു, അതിനെ ആവറേജ് ചെയ്തിട്ടുണ്ട്. ഡേ ഹൈ റീടെസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അധികം ക്യാപിറ്റൽ ലോഡ് ചെയ്തിട്ടില്ല. ഫ്രീ ക്യാപിറ്റൽ ഓൾമോസ്റ്റ് 2 crore 2 കോടി രൂപയുടെ ഫ്രീ ക്യാപിറ്റലുണ്ട്. ഇൻവെസ്റ്റ് അവൈലബിൾ മാർജിൻ ഇതിലൂടെയൊക്കെ നമുക്ക് കാണാം. അവൈലബിൾ മാർജിൻ 1.92 crore 1.92 കോടി രൂപയുടെ ഫ്രീ ക്യാഷ് ഉണ്ട്. അത് ഒരു കോൺഫിഡൻസ് ആണ്. യെസ്, അണ്ടർ 4 lakhs വന്നിട്ടുണ്ട്. 4 ലക്ഷം രൂപയുടെ താഴെ. യെസ്, കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. 26,000 ലെവൽ ബ്രേക്ക് ചെയ്ത് നോക്കാം. 26,000 ലെവൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവലാണ്. അപ്പോൾ കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ട്രേഡ് നമ്മളെ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരും. യെസ്, 2 lakhs പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അഗെയിൻ നമുക്ക് ഇതിൽ ഒരു 7 lakhs അറൗണ്ട് ഒരു പ്രോഫിറ്റാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. യെസ്, 3 lakhs 4 lakhs പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. 4 lakhs ലോസിൽ നിന്ന് 4 lakhs പ്രോഫിറ്റ്, ഓൾമോസ്റ്റ് 10 lakhs ലോസിലേക്ക് പോയിരുന്നു. അപ്പോൾ ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ് സൈൻ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു 7 lakhs, അത് 140 ലെവൽ നോക്കാം. 138. യെസ്, 39. യെസ്, 39. 40 പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 7 അറൗണ്ട് പ്രോഫിറ്റിലേക്ക് വരുന്നത് കാണാം. അങ്ങനെ തന്നെ നമുക്ക് ബുക്ക് ചെയ്യാം. നോ ഇഷ്യൂസ്. ബട്ട് ഈ ഒരു ട്രേഡ് ഇപ്പോഴും സേഫ് അല്ല. കാരണം നമ്മൾ നേക്കഡ് പൊസിഷൻസ് ആണ്. 1 കോടി രൂപ ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രേഡും നേക്കഡ് പൊസിഷൻസ് ഒരിക്കലും ബുക്ക് ചെയ്യുന്നത് വരെ ആ ഒരു റിസ്ക് ഉണ്ടാവും. ഒരിക്കലും സേഫ് അല്ല നേക്കഡ് പൊസിഷൻസ്. അതുകൊണ്ട് നേക്കഡ് പൊസിഷൻസ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. നേക്കഡ് പൊസിഷൻസ് എന്ന് പറയുന്നത് വെരി വെരി റിസ്ക്കിയാണ്. ഒരു പേഷ്യൻസ് കൺട്രോളില്ലാതെ ആഡ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് പ്രാവശ്യം ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണത് മാനേജ് ചെയ്യുന്നതെന്നുള്ളത്. വി ഷുഡ് ഓൾവേസ് make adjustments, keeping the available margin well managed. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5 lakhs പ്രോഫിറ്റിലേക്ക് വന്നു. വീണ്ടും കോസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളൊരു ഹൈ റീടെസ്റ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്യുക. ചാർട്ട് എപ്പോഴും റീലോഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്ക് നോക്കാം. എന്തായാലും ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ യെസ് പ്രൈസ് റിജക്ഷൻ ഉണ്ട്. ഒരു 5 to 7 lakhsലേക്ക് പോവാൻ ചാൻസസ് ഉണ്ട് പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ബുക്ക് ചെയ്യാം. അതാണ് ഇപ്പോൾ ഉള്ളൊരു പ്ലാൻ. വെരി റിസ്കി ട്രേഡ്സ്, ഇതൊക്കെ വെരി റിസ്കി ട്രേഡ്സ് ആണ്. ബട്ട് നമുക്ക് അതിൻ്റെ ഒരു കൺവിക്ഷനും ഒരു അനാലിസിസും അത്രയും കൃത്യമാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ട്രേഡ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. $26,000 ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും റീടെസ്റ്റിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. യെസ്, അഗെയിൻ നമ്മൾ 2.5 lakhsൻ്റെ ലോസിലാണ്. സേഫ് ആയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഒരു ട്രേഡും സേഫ് അല്ല until and unless we book the profits. It's not safe. 5 ലക്ഷം രൂപ പ്രോഫിറ്റ് വന്നിട്ട് അത് ലോസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് ഇതൊരു നേക്കഡ് പൊസിഷനാണ്. നേക്കഡ് പൊസിഷൻസിന് അതിൻ്റേതായ റിസ്ക്കും റിവാർഡും എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ റിസ്ക് പേടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് റിവാർഡ് കിട്ടില്ല. റിവാർഡ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ രണ്ട് സൈഡും നമ്മൾ വളരെ ബാലൻസ്ഡ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് ഇങ്ങനെയുള്ള ട്രേഡ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾമോസ്റ്റ് 26,000 ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് വന്നു, പ്രോഫിറ്റ്സ് വന്നെങ്കിലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ലെവൽ, ആ ഒരു പ്രോഫിറ്റ് ഇതിൽ കിട്ടിയില്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് കുറച്ചുകൂടി ഒരു ലോ അല്ലെങ്കിൽ റീടെസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് വന്നിട്ടില്ല എന്നുള്ളത് ക്വൈറ്റ് ചലഞ്ചിങ് ആണ്. ഇനിയുള്ള ഈ ഒരു പൊസിഷൻസ് എങ്ങനെ പോകുന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നോക്കണം. ഈ ഒരു സമയത്ത് കൂടുതൽ ആഡ് ചെയ്യാതിരിക്കുക പൊസിഷൻസ്, നമ്മൾ ഇത് ആവറേജ് ചെയ്യാതിരിക്കുക. ഓൾറെഡി നമ്മൾ ആവറേജ് ചെയ്തിട്ടുള്ള പൊസിഷൻസാണ് ഇവിടെ നമുക്ക് കാണാം. ഒരുപാട് പൊസിഷൻസ് പ്രോഫിറ്റിലുണ്ട്, കുറച്ച് പൊസിഷൻസ് ലോസിലുണ്ട്. അപ്പോൾ വെരി ഹൈ ചാൻസസ് ആണ് ഇതൊരു റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. അതല്ലാതെ നമ്മൾ ഇതിനെ ആവറേജ് ചെയ്ത് കൂടുതലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു റിസ്ക് വളരെ വളരെ വലുതായിരിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ ഫ്രീ ക്യാഷും അവൈലബിൾ അല്ലാതാവും. അതുകൊണ്ട് പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി 10 lakhs ലോസ് പ്ലസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 10 lakhs അറൗണ്ട് ലോസ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കുറഞ്ഞ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പേഷ്യൻസ് പ്രോഫിറ്റ് ഇപ്പോൾ ഉള്ള കോസ്റ്റ്, അറൗണ്ട് കോസ്റ്റ് അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് എന്നത് വലിയ പ്രോഫിറ്റിലേക്ക് വരാനും കൂടെ നമ്മൾ കാണിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ലോസിൽ തന്നെയാണ്. 1.5 lakhs കോസ്റ്റ് അങ്ങനെ ആ ഒരു രീതിയിൽ ഫ്ലക്ച്വേറ്റ് ആവുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ്. ആ ഒരു ഹൈ റീടെസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പോട്ടിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻറ്റം ഒരു പക്ഷേ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പുൾ ബാക്ക് മാത്രമാണ് വന്നിട്ടുള്ളത്. 2 lakhs ലോസ് ഇപ്പോൾ ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. $2 ലക്ഷം ലോസിലാണ് റൺ ചെയ്യുന്നത്. അറൗണ്ട് കോസ്റ്റ് ചെറിയൊരു ബൈയിങ് പ്രഷർ പുട്ട് ഓപ്ഷനിൽ കാണാം. അതായത് മാർക്കറ്റ് ഫോൾ ചെയ്യാൻ പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ബുക്ക് വെരി ഗുഡ് പ്രോഫിറ്റ്സ്. 1.5 lakhs പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്. ലെറ്റ്സ് വെയിറ്റ്. ഒരു 140+ വരണം. ഇപ്പോൾ 26,100 പുട്ട് ഓപ്ഷൻ 130 ലെവലുണ്ട്, 140 ലെവൽ. 10 points ഒരു മൂവ്മെൻറ്റ് മാത്രമാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അഗെയിൻ 26,000 ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ആ ഒരു ലെവലൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷാർപ്പ് മൊമെൻറ്റം ടുവേർഡ്സ് ഡേ ലോ ഓർ പ്രീവിയസ് ലോ. വെയിറ്റ്. 3 lakhs പ്രോഫിറ്റ്, 2.5 lakhs പ്രോഫിറ്റ്. കോസ്റ്റ്, കം ഓൺ, ബ്രേക്ക് ദ ലെവൽ. അധികം ക്യാപിറ്റൽ ലോഡ് ചെയ്തിട്ടില്ല. അതുതന്നെയാണ് നമ്മുടെ പ്രോഫിറ്റ് ചെറിയ ലെവലിൽ തന്നെ നിൽക്കുന്നത്. ഇപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതിൽ തന്നെ ഒരു നല്ല പ്രോഫിറ്റ്സ് വരും. അപ്പോൾ വെറുതെ ആഡ് ചെയ്തിട്ട് കുറച്ച് പൈസ ഇറക്കിയിട്ട് തന്നെ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് റിസ്ക് കൂട്ടിയിട്ട് കാര്യമില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. എക്സ്പയറി ഡേ കഴിഞ്ഞ് യെസ് നല്ലൊരു ഫോൾ വരുന്നുണ്ട്. 4 lakhs പ്രോഫിറ്റ് ഉണ്ട്. 5 lakhs ഗുഡ്. 137, 38 ഗുഡ്. 40+ലൊക്കെയാണ് കുറച്ച് എൻട്രീസ് എടുത്തിട്ടുള്ളത്. ലെറ്റ്സ് വെയിറ്റ്. ഒരു സ്പൈക്ക് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 7 lakhs ഗുഡ്. നമുക്കിത് ബുക്ക് ചെയ്യാം. ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തു. കാരണം നമ്മൾ കുറച്ചധികം നേരമായി ഈ ഒരു ട്രേഡിൽ വെയിറ്റ് ചെയ്യുന്നു. ഈ ഒരു ലോ സപ്പോർട്ട് ലെവലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത്. 980 ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ലെവൽ വന്നു. ഇനി നമുക്ക് ഈ ട്രേഡ് ഹോൾഡ് ചെയ്ത് അഗെയിൻ ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ കുറച്ച് ഷാർപ്പായിരിക്കാം ഒരു പക്ഷേ. ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല, അത് താഴേക്ക് വന്നു. പ്രീവിയസ് ലെവലിലേക്കൊരു
റീടെസ്റ്റ് കൃത്യമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ വന്നു. 26,000 ലെവലിലൊരു ചെറിയൊരു കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ സാധിച്ചെങ്കിലും അത് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് 980 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരു റിസ്കിലേക്ക് പോയി, ഒരു 10 lakhs അറൗണ്ട് ലോസിലേക്ക് പോയതാണ്. അപ്പോൾ അത് എഗെയിൻ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് കൃത്യമായിട്ട് നമ്മൾ 6 lakhs പ്രോഫിറ്റിൽ ബുക്ക് ചെയ്തു. 3.09, അതായത് 3,09,00,000 ഉണ്ടായിരുന്നത് 3,15,00,000 പ്ലസിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ 6 ലക്ഷം രൂപ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തു. ഓൾമോസ്റ്റ് 7 lakhs അല്ലെങ്കിൽ 6 lakhs പ്ലസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യാം. ഒരു നല്ലൊരു ഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡേ ലോ ബ്രേക്ക് ചെയ്തെന്നാണ് തോന്നുന്നത്. ഓക്കെ, നല്ലൊരു ട്രേഡാണ്. എന്തായാലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രേഡ് നമ്മൾ 7 lakhs പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാം.